Okay, good morning. Morning, Okay. sir. Morning, sir. Okay. In the last class, we have started the module one, and I hope everyone have gone through the topics from the notes provided. Anyway, we have discussed about the basic definition of engineering mechanics, and we saw how it is classified. Then we discussed about certain topics like matter, particle, body, space, time, motion, trajectory. At last, we have seen what is a mass and force and the effects of forces. So, force is nothing but it is an external agent which changes the speed or direction. And we have seen what are the effects of the forces. These five were the effects of the forces. So, whenever a force is applied, അല്ലെ ഒരു ബോഡിയിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ എഫക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നു അല്ലെ അതായിരുന്നു 5 എഫക്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് വൺ എന്തായിരുന്നു? when a force is applied, it may change the state of rest or motion. അല്ലെ റെസ്റ്റിൽ ഇരിക്കുന്ന ബോഡി മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന ബോഡി ആണെങ്കിൽ റെസ്റ്റിലേക്ക് വരുന്നു. അപ്പൊ ഇങ്ങനൊരു എഫക്റ്റ് ഉണ്ടാവാം. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ആക്സിലറേഷൻ ആൻഡ് റിട്ടാർഡേഷൻ. It may be accelerated. Sometimes it may be accelerated or sometimes it may be retarded. അതായത് സ്പീഡ് കൂടി വരാം അല്ലെങ്കിൽ സ്പീഡ് കുറയ്ക്കാം. ഇതൊക്കെ നമുക്ക് ചെയ്യുന്നു അല്ലെ. വണ്ടി ഇപ്പോൾ ഒരു കാർ സ്റ്റാർട്ട് ചെയ്യുന്നു, അപ്പൊ അതിന് നമുക്ക് സ്റ്റാർട്ടിങ് ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്താണ് അത് ആക്സിലറേറ്റ് ചെയ്ത് പോകുന്നു. In the same way, if we apply brake, what happens is retardation takes place or negative acceleration or it is deceleration. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നു. This is the second effect of the force. Then next, it may change the shape of a body. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ when we apply a force on an elastic body or deformable body like rubber, what happens is its shape may be changing. Next, fourth one is turning or rotating. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് എടുത്ത് അതിനകത്തേക്ക് എന്താണ് ഒരു ഫോഴ്സ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിനെ അത് വേണമെങ്കിൽ ടേൺ ചെയ്യാം അല്ലെ റൊട്ടേറ്റ് ചെയ്യാം. ആൻഡ് ഫൈനൽ വൺ ഇസ് കീപ്പ് ഇൻ ഇക്വിലിബ്രിയം. ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ നിർത്തുന്നു. അതായത് ഇപ്പം ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് സേ ലൈക്ക് ദിസ് മെമ്പർ, ഇതുപോലെ ഒരു സർഫസ്, ഹൊറിസോണ്ടൽ സർഫസ്, കൺസിഡർ എ ഹൊറിസോണ്ടൽ സർഫസ് ആൻഡ് എ ബോഡി ഈസ് കെപ്റ്റ് ഓൺ ദ സർഫസ്. ഇങ്ങനെ ഒരു ബോഡി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോഡിക്ക് ഒരു പർട്ടിക്കുലർ വെയിറ്റ് ഉണ്ടാവും. ഇറ്റ് ഹാസ് ഗോട്ട് എ വെയിറ്റ് ക്യാപിറ്റൽ W, ആൻഡ് ഡ്യൂ ടു ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ദിസ് വെയിറ്റ് വിൽ ബി ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് അല്ലെ. അങ്ങനെയാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ വെയിറ്റ് ആക്ട് ചെയ്യുമ്പോൾ ഈ ബോഡി ഈ സർഫസും പെനട്രേറ്റ് ചെയ്ത് താഴേക്ക് പോകുന്നുണ്ടോ? ഇല്ലല്ലോ, അങ്ങനെ പോവില്ല. അങ്ങനെ പോവാതെ ഇവിടെ തന്നെ നിൽക്കുന്നു. അപ്പൊ ഇൻ എഫക്ട് വെൻ വി ലുക്ക് വി ക്യാൻ സീ ദ ബോഡി ഈസ് ഇൻ ഇക്വിലിബ്രിയം, അല്ലെങ്കിൽ ഈ ബോഡി ഈസ് കെപ്റ്റ് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഇവിടെ കുറെ ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. താഴേക്ക് ഒരു ഫോഴ്സ്, അതായത് അതിന്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ വെയിറ്റിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി എന്തോ ഒരു ഫോഴ്സ് സർഫസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ദ റിയാക്ഷൻ ഫോഴ്സ് R. അതാണ് ന്യൂട്ടൺസ് തേർഡ് ലോ പറയുന്നത്. എന്താണ്? ടു എവരി ആക്ഷൻ ദർ ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് കാരണം എന്താണ്, ഈ ബോഡി ഇവിടെ നിൽക്കുന്നു, സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയും. ഈ ഒരു പൊസിഷൻ ഇക്വിലിബ്രിയം. ഓക്കെ, സോ ദിസ് ഇസ് ദ
final effect of the force. That is, it helps you keep in equilibrium. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് ഒരു ടോപ്പിക് വരുന്നതാണ് വെയിറ്റ്. വെയിറ്റ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്. വെയിറ്റ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, നമ്മൾ പറഞ്ഞു വാട്ട് ഇസ് എ മാസ്. മാസ് എന്തായിരുന്നു? മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ പ്രസന്റ് വിത്തിൻ എ സിസ്റ്റം. ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ, എത്രത്തോളം മാറ്റർ ഉണ്ടോ അത്രത്തോളം മാസും കൂടുതലാണെന്ന് പറയാം, അല്ലെ? അപ്പൊ എത്രത്തോളം പാക്ക് ചെയ്ത് വരുന്നു, അപ്പൊ അതിന്റെ പാർട്ടിക്കിൾസിന്റെ എണ്ണം അല്ലെ മാറ്ററിന്റെ എണ്ണം കാരണം മാസ് കൂടുന്നു പറഞ്ഞു. അപ്പൊ അതിന്റെ വിച്ച് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാംസ്, അല്ലെ? ഗ്രാംസിൽ എക്സ്പ്രസ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞത്. അപ്പോ ഇത്തരത്തിലുള്ള മാസ് കാരണം നമുക്കറിയാം എ ബോഡി പ്ലേസ്ഡ് ഓൺ ദ എർത്ത്. നമുക്ക് എർത്ത് അല്ലെങ്കിൽ യൂണിവേഴ്സിൽ എവിടെ വെച്ച് കഴിഞ്ഞാലും അവിടെ ഒരു യൂണിവേഴ്സൽ എന്താ പറയാ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം താഴേക്കൊരു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു, അല്ലെ? ഒരു ഗുരുത്വാകർഷണം, അല്ലെ? അപ്പൊ അത് കാരണം ഒരു ഫോഴ്സ് ഉണ്ടാവും. അതായത് whenever an object, let it be this, ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ഇറ്റ് ഈസ് ഹാവിങ് എ മാസ് സ്മോൾ എം. ഓക്കെ, അപ്പൊ ഒരു we are considering a ball height h from the ground surface. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവിടെ this has got a particular value of acceleration due to gravity, let it be small g. Then we can say due to the position it may have a force, or it may the body will be attracted by a force F, which is equal to mass into acceleration of due to gravity, and this particular force is termed as the weight of the body. Weight of the body denoted by W, let it be W, and the unit we use is Newton itself. So വെയിറ്റ് ആൻഡ് മാസ്, നമ്മൾ വെയിറ്റും മാസും ഒക്കെ ഒന്നാന്ന് വിചാരിക്കും, പക്ഷെ അല്ല. എന്താണ് മാസ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ഇറ്റ് ഈസ് ജസ്റ്റ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ. മാറ്ററിന്റെ ക്വാണ്ടിറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നതാണ് മാസ്. ഓക്കെ, അപ്പം ആസ് ദ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ ഇൻക്രീസസ്, മാസ് ഓൾസോ ഇൻക്രീസസ്. ഇനി മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് പൊസിഷൻ എടുത്താലും സെയിം ആയിരിക്കും. ഇറ്റ് വിൽ ബി സെയിം ഓവർ ഓൾ ദ പ്ലേസ് ഇൻ ദ സ്പേസ്, ഇൻഡിപെൻഡന്റ് ഓഫ് ദ പൊസിഷൻ. അതായത് ഇപ്പം എർത്തിലാണേലും ഇനി മൂണിലായാലും ഇനി എർത്തിന്റെ മുകളിലായാലും എവിടെയായാലും ഇറ്റ് വിൽ ബി സെയിം. പക്ഷെ വെയിറ്റ് ചേഞ്ച് ചെയ്യും. കാരണം എന്താണ്? ഇപ്പൊ നമുക്കൊരു ബോഡി ഇപ്പൊ നമ്മുടെ സർഫസിൽ വെച്ചേക്കുന്ന, ഇപ്പൊ നമ്മുടെ ഗ്രൗണ്ട് സർഫസിൽ വെച്ചേക്കുന്ന വെയിറ്റ് ആയിരിക്കില്ല കുറച്ച് മുകളിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ. ഹയർ ഓൾട്ടിറ്റ്യൂഡ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫിസിക്സിലൊക്കെ, അല്ലെ? ഹയർ ഓൾട്ടിറ്റ്യൂഡ്സിൽ ചെല്ലുമ്പോൾ അതിന്റെ വെയിറ്റ് കുറയുന്നു, സ്പേസിൽ ചെല്ലുമ്പോൾ വെയിറ്റ്ലെസ് ആവുന്നു ഒക്കെ പറയുന്നുണ്ട്. കാരണം എന്താണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദിസ് മച്ച്. അതായത് വെയിറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എർത്ത് സർഫസിൽ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന വാല്യൂ എർത്തിൽ എന്താണ്? 9.81, അല്ലെ? 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഈ വാല്യൂ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് ഹയർ ഓൾട്ടിറ്റ്യൂഡ്സിൽ വരുമ്പോൾ ഇതിന്റെ വാല്യൂ കുറയും. the value of g will be decreased. അപ്പോൾ ഇറ്റ് ഈസ് ഡിപെൻഡന്റ് ഓൺ ദ പൊസിഷൻ. അപ്പൊ ഇതാണ് വെയിറ്റും മാസും തമ്മിലുള്ള ഒരു വേരിയേഷൻ. ഇനി നെക്സ്റ്റ് you can see two types of forces like tension and compression. So we can see what is a tension and compression. Tensile force and compressive force. Okay, അപ്പൊ എന്താണ് ടെൻഷൻ അതേപോലെ കംപ്രഷൻ നോക്കാം. ടെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പം എക്സാം വരുന്നു, അല്ലെ? എക്സാം വരുമ്പോൾ നമുക്ക് എന്താണ്? ഭയങ്കര ടെൻഷൻ ആയിരിക്കും, അല്ലെ? അയ്യോ എന്താ ചെയ്യണ്ടേ, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, ഒന്നും ഓർമ്മയില്ല, എന്താ ചെയ്യാ? അതാണ് ടെൻഷൻ. ഓക്കെ, ഇറ്റ് ഈസ് വൺ ടൈപ്പ് ഓഫ് ടെൻഷൻ, ബട്ട് ഹിയർ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ഫോഴ്സസ്. ഫോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് എന്താണ് ടെൻഷൻ അതേപോലെ കംപ്രഷൻ എന്നുള്ളത് നോക്കാം. ഓക്കെ, സപ്പോസ് വി ആർ having a body or an object like this. Okay, then we are applying forces, equal and opposite forces.
equal and opposite pull forces. Pull forces. We are pulling. The pull forces. Like this. Equal and opposite forces. Let it be F1. So equal but opposite direction. What happens? This will be elongated. We have a tendency to elongate. That is, the length increase ചെയ്യാനുള്ള ഒരു chance വരും. അതേപോലെ breadth decrease ചെയ്യും. അതായത് the final stage will be like this, somewhat like this. Okay. So it will be like this. So we are applying a equal and opposite pull to this member so that it will be having a tendency to elongate. So such a type of force we are applying is termed as tensile forces. Tensile forces. Tensile forces, and this is the tension. Next, we can see what is a compression or compressive force. What is a compressive force? So just the opposite. That is, we are considering the object considered, and we are applying a push force. Equal and opposite push forces we are applying. So let it be here we have used F1, so we can use F2. Two equal and opposite forces F2, such that it is a push force. Push forces, equal and opposite force. So what happens? There will be a tendency to decrease the length. The length may be decreasing, but the breadth will be increasing. So the final state may be like this. That is, the final structure will be like this. So the length is decreased and the breadth is increased. So such a type of forces, that is F1, F2 and F2, that will be compressive forces. Compressive forces. Okay, this is the difference between tension and compression. Now we may see the system of forces. What is force system? Force systems. Force systems. So till now, I think you are able to follow, right? Yes. You have already learned this in the physics. Okay. Okay. നമുക്ക് പോവാം. Force system. So force system, we have seen what is a force. Now force system or system of forces, that means more than one force or two or more forces acting simultaneously may cause a force system. അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ഫോഴ്സ് സിസ്റ്റം എന്ന് പറയുന്നത്. കുറെ ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നു പലതരത്തില്. പാരലൽ ആവാം, പാരലൽ അല്ലാതെ ആവാം, അല്ലെ ഒരു പ്ലെയിനിൽ ആക്ട് ചെയ്യുന്നതാവാം. അങ്ങനെ പല ടൈപ്പ് ഫോഴ്സുകൾ ഒരുമിച്ച് ആക്ട് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ ഫോഴ്സ് സിസ്റ്റം എന്ന് പറയും. അപ്പൊ അതെന്തൊക്കെയാന്നുള്ളത് നോക്കാം. അതിന്റെ സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ see what are the basic classification of the force system. Okay, right. So this may be the force system may be broadly classified into two. That is coplanar force and non-coplanar forces. Non-coplanar forces. I may say, we can say one more, include one more, that is collinear also. Okay, let it be like this. Collinear forces. Coplanar, collinear, and non-coplanar forces. And this is also known as spatial forces. Okay, right. Now the coplanar forces, by the name itself we can say coplanar, that is plane. It is plane.
Coplanar means this system of forces that is more than there will be more than one force. So these two or more forces are acting along a same plane. ഒരൊറ്റ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ആണെങ്കിൽ, അതായത് ലൈക്ക് let this be an area, plane area, the forces acting in same plane like this, any direction over the same plane, same 2D plane. These forces constitute the coplanar forces, and this coplanar forces can be divided into three. First one, concurrent force. Concurrent force. Then parallel concurrent force, parallel force, and non-concurrent. Okay. This next is collinear forces. Collinear forces means before that we'll use a term, line of action. Line of action. Line of action of the forces. So what is a line of action? Line of action of force. What is that? Force. That is, suppose we are having a force like this, force F, and we are considering an imaginary line to represent the direction. It will be like this. This imaginary line, this dotted line, is referred to as the line of action. അപ്പോൾ ഈ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞ ഫോഴ്സിന്റെ ഡയറക്ഷനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്, അല്ലെ? So this is the line of action. So in terms of line of action, we can say what is a concurrent force? Concurrent force means the line of action of the forces in the system. All the line of action of the forces lie on the same plane, right? And in case of non-concurrent, coplanar, it is like this. And in case of collinear forces, that means let this be F1, this is F2, this is F3, and while we consider the line of actions, line of action of F1 will be like this, F2 will be like this, F3 will be like this. So what is the peculiarity of this? Here, for the three forces, we have a common line of action. See, the line of action is same. So the line of action is the same. So in this case, we can say that system of forces are collinear. Okay, collinear. So collinear system of forces are the forces which have the common line of action. Now, regarding non-coplanar forces. Non-coplanar forces means planar. Coplanar means they are acting in the same plane. So what is non-coplanar? It is not at all acting in same plane. That is the three-dimensional case. That is let it be like this. We can see the one force is acting in the XY plane, F1. F2 is acting in somewhat like this, F3 acting in this. So these three forces are acting in it is not at all acting in the same plane, non-coplanar forces. Now
we can see in detail what is the system of forces coming under coplanar forces. So coplanar forces, first one is concurrent forces. Concurrent forces എന്താണ് concurrent lines എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാത്തമാറ്റിക്സിൽ പണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താണ് concurrent forces? concurrent forces ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഹലോ, yes, okay. Concurrent forces എന്ന് പറയുമ്പോൾ എന്താണ്? Mainly deals with forces from 3 to 3 and above. രണ്ടെണ്ണത്തിന്റെ അല്ല. ഇപ്പൊ രണ്ട് ഫോഴ്സ് ആണെങ്കിൽ എനിവേ ഇപ്പൊ രണ്ട് ഫോഴ്സ് നമ്മൾ ആക്ട് ചെയ്യാണ്. ഇപ്പൊ ഫോഴ്സ് F1 ആൻഡ് F2. സോ പാരലൽ അല്ലെങ്കിൽ ഇത് എവിടെയെങ്കിലും ഒക്കെ വെച്ച് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടാവും. ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടാവും അല്ലെ? ഇറ്റ് ബി ലൈക്ക് ദിസ്. പക്ഷെ മൂന്ന് ഫോഴ്സ് വരുമ്പോൾ ഇറ്റ് നീഡ് നോട്ട് ബി ഇന്റർസെക്ടിങ് ഇൻ ദ സെയിം പോയിന്റ്. പല പല പോയിന്റിലായിരിക്കും ഇന്റർസെക്ട് ചെയ്യുക. അപ്പം കൺസിഡർ എ കേസ് ലൈക്ക് ദിസ്, ദാറ്റ് ഈസ് എ ഫോഴ്സ് F1 acting in this direction, F2 acting like this, and F3 acting like this. Okay, so while we consider the line of action, we can see line of action of F1, line of action of F2, and line of action of F3. So these are intersecting at a common point like this. Okay, so this type of forces are termed as concurrent force, and these are acting in the same plane, so coplanar concurrent forces. Then if the forces are such that it is not at all intersecting in the common point, then we can say it is a non-concurrent system of forces, like if a force is like this, F1, F2 is acting like this, and F3 like this. So while we consider the line of action, this one goes like this, the line of action of F2 goes like this, and F3 will go like this. So these intersect at 3 points, and it has no common intersecting point. So this type of forces are termed as non-concurrent system of forces. Then parallel forces. Parallel again classified into two. Like parallel and unlike parallel. Okay, like parallel and unlike parallel. Here like parallel, അതായത് പാരലൽ എന്ന് പറയുമ്പോൾ എന്താണ്? പാരലൽ ലൈൻസ് അറിയാം അല്ലെ? എന്തായിരുന്നു? സംവാട്ട് ലൈക്ക് ദിസ് അല്ലെ? അപ്പോ where the distance between the lines are same and they are not at all intersecting at any point, or we can say they are intersecting at infinity. So here there are two possibilities, that is either it may go in the same direction, act on the same direction, or it may act on the opposite directions. And this type, that is the forces acting in the same direction, we termed it as like parallel forces. And the forces acting in the opposite direction, we call it as unlike parallel. ഇവിടെ F1, F2, F3, F4 ഇരിക്കട്ടെ. Okay, so these are the like parallel forces and unlike parallel forces. Now in the same manner we can classify non-coplanar system also, that is this is also may be classified into three, that is concurrent, parallel,
and non-concurrent. Non-concurrent. Okay, same thing, but the only difference is it is acting not in a same plane, but acting in the three-dimensional place. The whole rest is same. Okay, parallel. It is also classified into two, like and unlike parallel. So these are mainly about the force system. So the force system is mainly classified into three. What are all they? There is coplanar forces, collinear forces, and then non-coplanar forces. Coplanar forces mainly deals with the forces which are acting in the same plane. The collinear forces, where the line of action or the system of forces is having a same or a common line of action. Then regarding the non-coplanar forces, they are acting in the not in a same plane. And we have seen the subclassification also: concurrent, parallel, and non-concurrent forces. Now we'll see certain laws of mechanics. Some of the main laws of mechanics. Laws of mechanics. First one is the Newton's law of mechanics. Newton's law of mechanics. Newton's law of mechanics. Okay. So can anyone say what is the Newton's law of mechanics? There are three laws: first law, second law, and third law. What is the first law? Anyone? പേടിക്കണ്ട, നമുക്ക് നമ്മുടെ ക്ലാസ്സിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ഇതിൽ നമുക്ക് എന്ത് വേണം പറയാം. ഓക്കെ, ഇപ്പൊ തെറ്റ് പറ്റാം, തെറ്റിയാലും കുഴപ്പമില്ല, നമുക്ക് തെറ്റ് പറ്റണം. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയുമ്പോ എന്തെങ്കിലും മണ്ടത്തിലായി പോയി ആരെങ്കിലും നമ്മള് കളിയാക്കുവോ, അവർ സാർ ഇത് കേട്ടുകഴിഞ്ഞാൽ എന്ത് വിചാരിക്കും, അങ്ങനെ ഒന്നും കരുതണ്ട. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് മനസ്സിൽ തോന്നുന്നത് അത് പറയാ. അത് തെറ്റുമ്പോഴാണ് നമുക്ക് അതിനെ തിരുത്താനുള്ള ഒരു അവസരം കിട്ടുള്ളൂ. ഓക്കെ ഓക്കെ anyone? Newton's first law. Ajal Prem. ഒന്ന് ട്രൈ ചെയ്യോ? അജൽ പ്രേം. ഹലോ. അജൽ പറഞ്ഞോ. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ എന്തായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഇതാണോ എന്തായിരുന്നു? An object will be in the rest until an external force. അതാണ്. എങ്ങനെയായിരുന്നു? External. An object remains in the state of rest until an external force acts on it. Yes, exactly. Okay. ഇനി മ്യൂട്ട് ചെയ്തോ. ഓക്കെ, എക്സാക്ട്ലി അത് തന്നെ. അതായത് എന്താ പറഞ്ഞേ, എവറി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ, അല്ലെ? അതായത് എവറി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അൺലെസ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ unless it is compelled by an external unbalanced force. എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാലും മതി. ചില കേസിൽ ചില ബുക്കിൽ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് നമ്മൾ പറയുന്നുണ്ട്. unless it is compelled by an external force to change the state, അല്ലെ? അതായത് ഇപ്പൊ ഒരു ബോഡി റെസ്റ്റിൽ നിൽക്കുകയാണ്, അതായത് ബോഡി അനങ്ങുന്നില്ല, മൂവ് ചെയ്യുന്നില്ല. if the body consider the body of at rest, അത് അങ്ങനെ റെസ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നു. ഇനി മോഷനിലുള്ള ബോഡി, അതായത് മൂവിങ് ബോഡി ആണെങ്കിൽ മൂവ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അതാണ് നമ്മൾ ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറയും, അല്ലെ? അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. എപ്പോഴാണ് ഈ ഒരു മാറ്റം വരുന്നത്? അതായത് റെസ്റ്റിലുള്ളത് റെസ്റ്റ് അല്ലാതാവുന്നു, അതായത് മോഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു.
അല്ലെങ്കിൽ the motion body under motion is converted to rest അല്ലെങ്കിൽ എന്താണ് അത് സ്റ്റോപ്പ് ചെയ്യുന്നു എപ്പോഴാണ് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് എപ്പോ കൊടുക്കുന്നു ഉണ്ടാവും അല്ലെ അതാണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ പറയുന്നത് അതായത് എന്താണ് എവരി ബോഡി കണ്ടിന്യൂസ് ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ അൺലെസ് ഇറ്റ് ഈസ് കമ്പൽഡ് ബൈ എ ഫോഴ്സ് ടു ചേഞ്ച് ദാറ്റ് സ്റ്റേറ്റ് അതാണ് നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്താണ് ലോ ഓഫ് ഇനേർഷ്യ എന്ന് നമ്മൾ പറയും ഇതിനെ ലോ ഓഫ് ഇനേർഷ്യ ലോ ഓഫ് ഇനേർഷ്യ ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് നെക്സ്റ്റ് ഇസ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ എന്തായിരുന്നു ഫാത്തിമത്തുൽ ഷാല ഫാത്തിമത്തുൽ ഷാല ഉണ്ടോ ആ ഓക്കെ എന്തായിരുന്നു ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓർക്കുന്നുണ്ടോ ആ ഓക്കെ ഓക്കെ ലീവ് ഇറ്റ് അതല്ല അടുത്തത് ഗാഥാകൃഷ്ണ ആ ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ മൊമെന്റത്തിനെ പറ്റി ആ അതെ അതെ മൊമെന്റത്തിനെ റിലേറ്റ് ചെയ്തിട്ട് പറഞ്ഞ ഒരു കാര്യമാണ് ഓക്കെ ലീവ് ഇറ്റ് പറയാം ഓക്കെ ഇപ്പൊ നമുക്ക് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ തേർഡ് ലോ ചോദിച്ചാൽ എല്ലാവരും ഇപ്പൊ തന്നെ ചാടി പറയും എനിവേ സെക്കൻഡ് ലോ പറഞ്ഞത് വേറൊന്നുമല്ല എന്താണ് മൊമെന്റം പറഞ്ഞ പോലെ മൊമെന്റം മൊമെന്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വോളിയം സോറി വെലോസിറ്റി മൊമെന്റം 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 ഇസ് മാസ് ഇൻറ്റു വെലോസിറ്റി മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് മൊമെന്റം അപ്പൊ അത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാല് ഒരു ബോഡി ഒരു ഫോഴ്സ് ആക്ട് ചെയ്യാണ് ബോഡിയിൽ let it be like this a body and we are applying a force F in this particular direction right അങ്ങനെ വരുമ്പോ and the mass of the body is m അപ്പൊ അങ്ങനെ ബോഡിയിലേക്ക് മൂവ് ചെയ്തു it moves with an acceleration a in this particular direction അങ്ങനെയാണെങ്കിൽ മൊമെന്റം എന്ന് പറയുന്നത് എന്താണ് m into v ഇതിന്റെ വെലോസിറ്റി where v is the velocity of the movement ചേഞ്ച് ഇൻ അല്ലെങ്കിൽ ഈ മൊമെന്റത്തിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മൾ ഡിഫറൻസിയേഷനിലൊക്കെ പറഞ്ഞു അല്ലെ ഡി ബൈ ഡി എക്സ് അല്ലെ ഡി ബൈ ഡി എക്സ് ഓഫ് മൊമെന്റം ആണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് എന്തായിരിക്കും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം വിൽ ബി എന്തായിരിക്കും ഡി ബൈ ഡി എക്സ് ഓഫ് ഈ പറഞ്ഞ എം ബി d by dx of mb that can be written as m is a constant so m into dv by dx ഇനി dv by dx വെലോസിറ്റിയെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ആക്സിലറേഷൻ ഇതൊക്കെ നമ്മൾ ഇനി അടുത്ത ഫൈനൽ മോഡ്യൂളിലേക്ക് വരുന്ന കാര്യങ്ങളാണ് ഇപ്പൊ നമുക്ക് ആ ഒരു കേസ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ സോ m into a ഇവിടെ നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് ഇതാണ് m into a ആണ് ഓക്കെ ഇനി നമുക്ക് നോക്കാം എന്താണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ പറയുന്നത് അപ്പൊ ഈ ലോസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഓരോരുത്തർ ഡിഫൈൻ ചെയ്യുന്നതാണ് ഇപ്പൊ ന്യൂട്ടൺ പറഞ്ഞ കാര്യം അതേപോലെ നമ്മൾ പറയാം അപ്പൊ നമ്മൾ മാറ്റി പറയാൻ പാടില്ല ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ ചില ലോസ് ഒക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ കറക്റ്റ് അവർ പറയുന്ന രീതിയിൽ വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ അപ്പം ന്യൂട്ടൺ സെക്കൻഡ് ലോ പറയുന്നത് എങ്ങനെയാണ് ഇറ്റ് സേസ് ദാറ്റ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഈക്വൽ ടു അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് ടേക്സ് പ്ലേസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ അപ്ലൈഡ് ഫോഴ്സ് അതായത് ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഇപ്പൊ നമുക്ക് കിട്ടി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് എന്താണ് m into a ആണ് അല്ലെ ദിസ് ഈസ് ആക്ച്വലി ചില കേസിൽ അവർ പറഞ്ഞ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫോഴ്സ് ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് directly proportional to the
applied force, you പറഞ്ഞ പോലെ applied force ന് directly proportional ആയിരിക്കും. And also it acts in the same direction. ഈ പറഞ്ഞ ഡയറക്ഷനിലായിരിക്കും അത് ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. ഇതാണ് സെക്കൻഡ് ലോ. അപ്പോൾ നമുക്ക് പറയാം F is proportional to ഈ പറഞ്ഞ MA. അങ്ങനെയാണെങ്കിൽ we can write it as F is equal to MA, where ഇവിടെ നമ്മളൊരു കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി നമ്മൾ കൊടുക്കുന്നു, K into MA എന്ന് ഇരിക്കട്ടെ. അതിനെ നമ്മൾ പറയുന്നു F is equal to MA എന്ന് തന്നെ ആക്കിയാൽ അതിന്റെ അർത്ഥം എന്താണ്? കെയുടെ വാല്യൂ 1 ആണ് അല്ലെ? അപ്പൊ കെയുടെ വാല്യൂ 1 ആകുന്ന രീതിയിൽ ഉപയോഗിക്കുന്ന MA പ്രോഡക്റ്റ് MA, then it will have a unit ന്യൂട്ടൺ. അപ്പോൾ കെയുടെ വാല്യൂ 1 ആകുന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ന്യൂട്ടൺ. അപ്പം F is equal to MA എന്ന് പറയുന്നത് വാല്യൂ, it is taken in such a way that the constant of proportionality turns to 1. ഇതിനെയാണ് നമ്മൾ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ന്യൂട്ടൺസ് തേർഡ് ലോ. ന്യൂട്ടൺസ് തേർഡ് ലോ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ? എന്തായിരുന്നു? ടു എവറി ആക്ഷൻ ദർ ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ, റൈറ്റ്? ടു എവറി ആക്ഷൻ ദർ ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞത്. എന്തായിരുന്നു? അപ്പൊ ഇങ്ങനെ ഒരു സർഫസ്, വി ഹാവ് എ സർഫസ് ലൈക്ക് ദിസ്. സപ്പോസ് someone is standing like this. ഇങ്ങനെ ഒരു ചേട്ടൻ ഇവിടെ നിൽക്കുകയാണ്. അപ്പൊ ഈ ചേട്ടൻ ഭൂമി വളർന്ന് ഇങ്ങനെ അങ്ങ് പോകുന്നില്ല. പണ്ട് സീതാദേവിയൊക്കെ ഭൂമിയുടെ അടിയിലോട്ട് പോയ പോലെ ഇങ്ങനെ വളർന്നൊന്നും താഴോട്ട് പോകുന്നില്ല, ഇവിടെ തന്നെ നിൽക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും? the man has got a weight W. അപ്പൊ അയാൾക്ക് ഒരു വെയിറ്റ് ഉണ്ട്, ക്യാപിറ്റൽ W. പക്ഷെ ആ വെയിറ്റ് കാരണം ഇയാൾ ഇങ്ങനെ മണ്ണിന്റെ അടിയിലോട്ട് അങ്ങ് പോവില്ല, പോവാതെ അവിടെ നിൽക്കുന്നു. കാരണം എന്താണ്? because when the man stands on the floor will produce an equal and opposite reaction force towards the man. ഒരു റിയാക്ഷൻ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു, which opposes the motion. അപ്പൊ അതിനെ ഒപ്പോസ് ചെയ്ത് കൊണ്ടിരുന്നു, അങ്ങനെ ഒരു ഇക്വിലിബ്രിയത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതുകൊണ്ടാണ് അവിടെ മനുഷ്യൻ അവിടെ തന്നെ നിന്നത്. അപ്പൊ അതാണ് ന്യൂട്ടൺ തേർഡ് ലോ പറയുന്നത്. എന്താണ്? എവറി ആക്ഷൻ, ഇവിടെ വെയിറ്റ് കൊണ്ട് താഴേക്ക് ഫോഴ്സ് കൊടുക്കുന്നു, അതിനെയാണ് നമ്മൾ ആക്ഷൻ എന്ന് പറയും. ആക്ഷൻ, man is producing an action and here the ground creates a reaction. So to every action there is equal and opposite reaction. ഇതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് മെക്കാനിക്സിൽ വരുന്ന 3 കാര്യങ്ങളാണ്. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ, ന്യൂട്ടൺസ് സെക്കൻഡ് ലോ, ന്യൂട്ടൺസ് തേർഡ് ലോ. This is the first law of mechanics. Then we can see the next one, second one. You may be familiar, that is Newton's law of gravitation. Newton's law of gravitation. Okay, you have already learned this in the physics. That is, you have got 2 masses, m1, m2, kept at a distance r apart. Then these masses will be attracted to each other by a force. That is the force of attraction F, which will be proportional to the product of their masses, that is m1 and m2, and will be inversely proportional to the square of the distance between them. So we can say that F is equal to a constant of proportionality G into m1 m2 by r square, where this constant of proportionality G equal to 6.67 into 10 raised to minus 11 Newton meter square per kilogram square is the universal gravitational constant.
universal gravitational constant. Universal gravitational constant, right? This is the Newton's law of gravitation. Now we'll see the parallelogram law of forces. Third case is parallelogram law of forces. Law of forces. Parallelogram law of forces. Okay. Parallelogram law of forces. എന്താണ് parallelogram law of forces നോക്കാം. Suppose you have got two forces like P and another force Q. Two forces are acting on a body, a particular body. Then we can find the magnitude of the resultant. അപ്പൊ എന്താണ് റിസൾട്ടന്റ് ഫോഴ്സ്? ഇപ്പൊ നമ്മൾ ഓൾറെഡി കുറേയൊക്കെ പഠിച്ചിട്ടുണ്ടാവും, എങ്കിലും നമുക്ക് ഇൻഡെപ്ത് അത് എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. എന്താണ് റിസൾട്ടന്റ് കോമ്പണൻസ് എന്നുള്ളത്. അയ്യോ ഇല്ല, എന്താണ്? അയ്യോ ഇല്ലല്ലോ. ഓക്കെ, ഓ ടൈം ആയല്ലേ? Okay. So we can wind up the section. This parallelogram law and all we can discuss later. So do one thing. Please send your attendance in the chat box.